എയർപോർട്ടിലെത്തി. മനില എയർപോർട്ടിലെ സ്റ്റാഫ് ഭയങ്കര റൂഡായിരുന്നു. ഫിലിപ്പീൻസ് ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ കൂടെ ആരൊക്കെ വരുന്നുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ആ ആപ്പിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്താണ് മിസ്റ്റേക്ക്, എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നതിന് പകരം അവരവിടെ കിടന്ന് ചൂടാവൽ. നമ്മുടെ അടുത്ത് പറഞ്ഞു ക്യൂവിൻ്റെ ലാസ്റ്റ് പോയി നിൽക്കണം. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. ലാസ്റ്റ് പോയി നിൽക്കണം, എന്താണെന്ന് പറഞ്ഞു തരുന്നില്ല. ആകെ മൊത്തം കലവില. ഞങ്ങൾക്കാണെങ്കിൽ 1 hour കൊണ്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിക്കാൻ വേണം. ലാസ്റ്റ് ഒരു നല്ലൊരു സ്ത്രീ എന്ന് തന്നെ പറയണം, ഒരു ദേവദൂത, പുള്ളിക്കാരി വന്നു. എന്നിട്ട് ഞങ്ങളുടെ അവസ്ഥയൊക്കെ കണ്ട് അവർ പെട്ടെന്നത് പ്രൊസീഡ് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവുമായിരുന്നു. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഒരു വക കഴിച്ചിട്ടില്ല. ഒടുക്കത്തെ വിശപ്പ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുക്കുന്തോറും കടലിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണെന്ന് തോന്നലല്ല, സത്യമായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സ്കൈ വ്യൂ. അങ്ങനെ കാറ്റിക്ലാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് പോർട്ടിലേക്ക് പോയി. ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്നത് പോലെയുള്ള റോഡും കടൽ തീരവും എന്ത് രസമാണെന്നോ. പോർട്ട് എത്തിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചു എന്ന്. ആ ടാക്സിയുടെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി. പിന്നെ അവിടെയുള്ള ഫോർമാലിറ്റീസൊക്കെ അവരാണ് നോക്കിയത്. നമ്മുടെ പാസ്പോർട്ടൊക്കെ വാങ്ങി അവർ വെരിഫിക്കേഷന് കൊടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് ഓഫ് വെയിറ്റിംഗ് ബസ്സിൽ ടിക്കറ്റൊക്കെ കിട്ടുന്നത് പോലെ ഒരു നമ്പർ വെച്ചൊരു ടോക്കൺ തന്നു. എന്നിട്ട് നേരെ ബോട്ടിലേക്ക്. ഇവിടെ ഈ കാണുന്ന പോലെ ബോട്ടിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു പാലം സെറ്റപ്പാണുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇറങ്ങാമെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ ആൾക്കാർ നിൽക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മളവർക്ക് പൈസ കൊടുക്കണം. ഞങ്ങളുടെ 3 ട്രോളി ആയിരുന്നു. ആ 3 ട്രോളിക്കും കൂടി ഞങ്ങൾ $5 കൊടുത്തു. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ടൈം ആയപ്പോഴേക്കും ബൊറക്കയിൽ ലാൻഡ് ചെയ്തു. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ടാക്സിയുടെ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ ലഗേജൊക്കെ വണ്ടി കയറ്റി നേരെ റിസോർട്ടിലേക്ക് എത്തിച്ചു. എയർപോർട്ടിൽ നിന്ന് റിസോർട്ടിൽ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലുണ്ട്. അപ്പോൾ റിസോർട്ട് എത്തി. ഇതാണ് റിസോർട്ട്. വലിയൊരു റിസോർട്ടാണിത്. അങ്ങനെ റൂം കിട്ടി. അപ്പോൾ ഇതാണ് റൂം. ട്വിൻ ബെഡാണ്. ഞങ്ങൾ 2 റൂം ബുക്ക് ചെയ്തതിൽ ഒന്നിൽ ക്വീൻ സൈസ് ബെഡും ഒന്നിൽ ഇങ്ങനെയാണ് ബെഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നിന്ന് മറ്റേ കടപ്പുറത്തിൻ്റെ ഒരു സ്മെല്ല് വരും. പക്ഷെ ഈ റിസോർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകേണ്ടിക്ക് വല്ല ഓട്ടോയും പിടിച്ച് പോകേണ്ടി വരും. അത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. ഭയങ്കര വലുതാണ്. അപ്പോൾ രാവിലെ 5:30 റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടിതാ ഇപ്പോൾ ഒരു 6:37 ആയപ്പോൾ ഞങ്ങൾ റൂം തിരിച്ചെത്തി. ഇനി ഇവിടെ നിന്ന് ഉച്ചക്കത്തെയും രാത്രിയത്തെയും കൂടെ എന്തെങ്കിലും കഴിക്കാനാണ് ഉദ്ദേശം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടുന്ന എന്താണോ അത് കഴിക്കേണ്ടി വരും. പോയി നോക്കാം. ഇവിടെയാണ് കുറച്ച് വെസ്റ്റേൺ പിസ്സ പാസ്ത ഐറ്റംസ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്ന പൂള് കണ്ടോ? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള റൂമുകളിൽ നിന്ന് ഡയറക്റ്റ് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റും. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഇതുപോലത്തെ വെറൈറ്റി സീറ്റിങ്സ് ഉണ്ട്. ഞാനാണെങ്കിൽ പേടിച്ചാണെങ്കിലും അതിലൊക്കെ വലിഞ്ഞ് കയറി. ഇതിൻ്റെ താഴെ നല്ല ആഴമുണ്ട്. വീണ എവിടെ എത്തുന്നു ഒരു പിടിയുമില്ല. റിസ്കാണിൽ ഇവിടെ വന്നിരിക്കുക അടിപൊളിയാട്ടോ. രാത്രി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ആംബിയൻസ്, ലൈവ് മ്യൂസിക് ഒരു സൈഡുണ്ട്. പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ വെച്ച് റിസോർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പൂൾ സൈഡ് നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്ര അടിപൊളിയായിരിക്കുന്നു. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡിലൊന്നും ഫിഷ് ഓയിൽ ആഡ് ചെയ്യരുത്. മേ ബി അതുകൊണ്ടായിരിക്കാം എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ കിലോമീറ്റേഴ്സ് നടക്കാനുണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റ് ഇവരുടെ തന്നെ എന്താ പറയുക വണ്ടിയുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് എവിടേക്കാ പോകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാഷാ പ്രശ്നം ഭയങ്കരമാണ്. ഇംഗ്ലീഷൊന്നും അങ്ങനെയൊന്നും ആർക്കും അറിയുന്നില്ല. ഈവൻ വലിയ റിസോർട്ടിലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ
ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഇൻഫിനിറ്റി പൂൾ ആൻഡ് പ്രൈവറ്റ് ബീച്ച്. ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ പേര് ഫെയർവേസ് ആൻഡ് ബ്ലൂ വാട്ടർ. അവർക്ക് സ്വന്തമായിട്ടൊരു ഗോൾഫ് ക്ലബ്, ഇൻഫിനിറ്റി പൂൾ, പ്രൈവറ്റ് ബീച്ച് ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് ബീച്ച് പ്രത്യേക സ്റ്റാഫിനെ വെച്ച് ഇവർ അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ ചുറ്റും നോക്കിയാൽ തന്നെ ആ വൃത്തി നമുക്ക് മനസ്സിലാവും. നമ്മൾ റിസോർട്ടിൽ നിന്ന് അവരുടെ തന്നെ വണ്ടി പിടിച്ചിട്ടാണ് ഈ പ്രൈവറ്റ് ബീച്ചിലേക്ക് വന്നത്. തിരിച്ചിവിടെ നിന്ന് നമുക്ക് റിസോർട്ടിലേക്ക് പോകാൻ ഇവരുടെ തന്നെ വണ്ടി വരും പിക്ക് ചെയ്യുക. എന്താ അല്ലേ, റിച്ച് കളികളാണ്. നല്ല സൂപ്പർ കാറ്റാണ്, നല്ല രസമുണ്ട് കാണാൻ. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. ഒരുപാട് സ്വർഗം ഉണ്ടാവും, അതിൽ ഒന്ന്. ഹലോ, അപ്പം നമ്മൾ ഒരുപാട് ബീച്ച് കണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് കണ്ണൂർ നമുക്ക് ഒരുപാട് ബീച്ചുണ്ട്, കോഴിക്കോട് ബീച്ചുണ്ട്, ശംഖുമുഖം ബീച്ചുണ്ട്, അങ്ങനെ ഒരുപാട് ബീച്ചുണ്ട്. പക്ഷെ അവിടെയൊക്കെയുള്ള വെള്ളത്തിൻ്റെ ഒരു കളറല്ല ഇവിടെ. ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇവിടെ വെള്ളത്തിന് 2 കളറുണ്ട്. ഒരു ലൈറ്റ് പച്ച, ദെൻ ബ്ലൂ, പിന്നെ വൈറ്റ് സാൻഡാണ്. പിന്നെ എന്താ പറയുക, എത്രയോ ഗസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഒരു കച്ചറ എവിടെ ഉണ്ടോ, അത് ഇവിടുത്തെ മാനേജ്മെൻറ്റും അവരൊക്കെ നോക്കുന്നത് പോലെയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ കുറേ പേര് പറയും, എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പം തന്നെ പറയുന്നുണ്ട്, നാട്ടിലില്ലാത്ത ബീച്ചാണോ, ഇവിടെ ഇത്രയും പൈസ കളഞ്ഞ് ഇവിടെ വന്ന് ബീച്ച് കാണണം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ? നമ്മളിങ്ങനെ പൈസ കെട്ടിപ്പിടിച്ച് വെച്ച് ജോലിയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്തിനാ? എക്സ്പീരിയൻസ് ചെയ്യുക. ഭാവി തലമുറക്ക് സേഫാക്കി വെക്കാൻ വേണ്ടി കുറേ പേര് ഇപ്പോഴേ പൈസയൊക്കെ സേവ് ചെയ്ത് ഇറുക്കി ജീവിക്കുന്നുണ്ട്. ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് ആൾക്കാരൊന്നും ചുറ്റൊന്നും കാണുന്നില്ല. ഇങ്ങനെ എന്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തലയിൽ എന്താണ് വിളിച്ച് അതേ വരത്തുള്ളൂ. സോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ലൈഫ് എൻജോയ് ചെയ്യാം. ഈ വണ്ടി ഉണ്ടോ, വണ്ടി അടിപൊളിയല്ലേ? സ്കൂൾ പിള്ളേർക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ ഒരു സൈഡ് മിനിമം ഒരു 10 പേർക്ക് ഇരിക്കാം, ബാഗ് നടുവിൽ വെക്കാം, കൺജസ്റ്റഡും അല്ല, നല്ല വൃത്തിയിൽ പോയി വരാം. ഇങ്ങനത്തെ ഐഡിയാസ് ഒന്നും നമ്മളെ നാട്ടിലാരും കണ്ടുപിടിക്കുന്നില്ലല്ലോ. എല്ലാം എന്താ പറയുക, അവരെ ഖജനാവ് നിറയ്ക്കാന്നല്ലാതെ ഇങ്ങനെ യൂസ്ഫുള്ളായ സംഭവങ്ങളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചുമ്മാ റിസോർട്ടിലെ ജിം കയറി. ലക്ഷ്യം അനഘയെ കൊണ്ട് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യിക്കണമെന്നായിരുന്നു. ബിക്കോസ് അവൾ നല്ല മടിച്ചിയാണ്. പക്ഷെ ഒന്നും നടന്നില്ല. ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ വന്നിരുന്ന സ്ഥലം. രാവിലെ കാണാൻ വേറെ തന്നെ ഒരു ഭംഗി. ഇന്നലെ നൈറ്റ് ഈ റിസോർട്ടിൻ്റെ അപ്പുറത്തെ സൈഡ് എന്താണെന്നൊന്നും കണ്ടില്ല. ഞങ്ങൾക്ക് ആ നെറ്റിൻ്റെ താഴെ എത്ര ആഴമുണ്ടെന്ന് മനസ്സിലായില്ല. വെളിച്ചത്ത് നോക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത്. അപ്പുറത്ത് ഗോൾഫ് ഗ്രൗണ്ടാണ്, താഴെ നല്ല ആഴമുണ്ട്, പക്ഷേ നല്ല ഭംഗിയാണ്. വീണ്ടും പോയി വെയിലത്ത് ഉടക്കാനിട്ട പോലെ കിടന്നു അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ കടലിൽ പോയി ചാടി. പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് സേഫാണ്, അവിടെ ഗാർഡൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എത്ര ഏരിയ വരെ പോകാമെന്നുള്ളതൊക്കെ അവരവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ അപ്പുറത്തേക്ക് ആരും കടക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ തലതെറിച്ച ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. എല്ലാവരും ആ ലിമിറ്റിനുള്ളിൽ നിന്നിട്ട് മാത്രമേ ഇപ്പോൾ ഈ കടലിൽ നീന്തുന്ന പരിപാടിയൊക്കെ ഉള്ളൂ. കടലിൽ നിന്ന് കയറിയപ്പോഴേക്കും ഭയങ്കര ദാഹവും വിശപ്പും ഒക്കെയായി. 4 കരിക്ക് ഓർഡർ ചെയ്തു. ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഒരു പള്ളി പോലെ എന്തൊക്കെയോ ഒരു സെറ്റപ്പും കാണുന്നുണ്ട്. അത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സെറ്റപ്പും അവിടെ ഉണ്ട്.
നമ്മുടെ റിസോർട്ടിൽ നിന്ന് 3 മണിക്ക് ഡിമോൾ എന്ന സ്ഥലത്തേക്ക് ഒരു ക്യാബ് സർവീസ് ഉണ്ട്. പേര് കേട്ടിട്ട് ഇതൊരു മാളാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അല്ല, ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. ഡിമോളിന് സ്റ്റേഷൻ 1, 2, 3 എന്ന് പറഞ്ഞ് 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുള്ളത് സ്റ്റേഷൻ 2-ലാണ്. അവിടെ അങ്ങനെ നടക്കുമ്പോൾ അവിടെ കണ്ട ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്തു, എല്ലാം ഒന്നിനൊന്ന് വെച്ച്. ബീച്ച് സൈഡ് എത്തിയപ്പോൾ എന്താ പറയുക, നമ്മൾ സീനറിയിലൊക്കെ കാണില്ലേ അതുപോലൊരു സ്ഥലം. വൈറ്റ് സാൻഡ്, ബ്ലൂ വാട്ടർ, ബ്ലൂ സ്കൈ, ബ്യൂട്ടിഫുൾ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ബീച്ച്. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റേഷൻ 2-ലാണ്. സ്റ്റേഷൻ 1-ലാണ് ദ ഗ്രേറ്റ് വൈറ്റ് സാൻഡ് ബീച്ച് ഉള്ളത്. ഈ സ്റ്റേഷൻ 1 എന്ന് പറയുന്നത് കുറച്ച് പോഷ് ഏരിയ ആണ്. അവിടെയാണ് ഈ ലക്ഷറി സാധനങ്ങൾ, ലക്ഷറി റിസോർട്ട് അങ്ങനെയൊക്കെ കിട്ടുന്നത് സ്റ്റേഷൻ 1-ലാണ്. പൂഴിയിൽ ബൊറക്കായ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ദിവസവും അതിൻ്റെ ഡേറ്റ് അവർ മാറ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോയ ഡേറ്റ് അവർ പൂഴിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഡേ ആ ഡേറ്റായിട്ട് അവർ റീപ്ലേസ് ചെയ്യും. സോ ഇത് ഡെയിലി അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. കാര്യം അത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണമല്ലോ, അപ്പോൾ പൈസ കൊടുക്കണം. അവിടെ ഒരുപാട് ഗൈഡ്സ് ഉണ്ട്. അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഐലൻഡ് ഹോപ്പിംഗ് വേണോ, സൺസെറ്റ് കാണാൻ പോകണോ, ലാൻഡ് ടൂർ വേണോ, അല്ലെ ഹെലികോപ്റ്റർ കറങ്ങണോ എന്നൊക്കെ ചോദിക്കും. ഹെലികോപ്റ്റർ എന്ന് പറയുമ്പം ഹെലികോപ്റ്ററിൽ ഒരു 50 മിനിറ്റ്സ് മൊത്തം ഐലൻഡ് നമുക്ക് കറങ്ങാൻ പറ്റും. അപ്പം നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് എന്ത് പ്ലാൻ എടുക്കുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, ഐലൻഡ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഐലൻഡ് ഉണ്ട്. അവിടെ ഓരോ ഐലൻഡിലേക്ക് ഒരു ബോട്ടിൽ നമ്മൾ കൊണ്ടുവിടും. അതിൽ 2 ഐലൻഡിലേക്ക് കയറാൻ എൻട്രി ഫീ കൊടുക്കണം, ബാക്കി 2 ഫ്രീ ആണ്. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോവുക, അവിടെ കറങ്ങുക, തിരിച്ച് ബോട്ടിൽ കയറുക, നെക്സ്റ്റ് സ്ഥലത്ത് പോവുക. അങ്ങനെയാണ് ഐലൻഡ് ഹോപ്പിംഗ്. ലാൻഡ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവിടും. അവിടെ പോകും, നമ്മൾ ഫോട്ടോ എടുക്കും, തിരിച്ചു വരും, അങ്ങനെ. പിന്നെ ഈ സൺസെറ്റ് കാണാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന പോലെ എഞ്ചിന് മോട്ടറൊന്നും ഇല്ലാത്ത തോണിയിൽ അവർ തുഴഞ്ഞ് നമുക്ക് കടലിൽ പോകാം സൺസെറ്റ് കാണാൻ. അപ്പോൾ ഇത്രയാണ് അവർക്കുള്ള ഓപ്ഷൻസ്. ഞങ്ങളിതിൽ ലാൻഡ് ടൂറാണ് എടുത്തത്. ഇതൊക്കെ നെക്സ്റ്റ് ഡേക്കുള്ള ബുക്കിംഗ് ആണ്, ഒന്നും അന്ന് എടുക്കാൻ പറ്റില്ല. അപ്പം ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്തു. രാവിലെ അവർ റിസോർട്ടിൻ്റെ അവിടെ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഫിഷ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഞണ്ടും ചെമ്പല്ലിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്, ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ. നമ്മുടെ നാട്ടിലെ പോലെ മസാല ഒന്നുമില്ല, സോൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ ഞണ്ടിലൊക്കെ ചിലപ്പോൾ ബട്ടർ ഇട്ടാലായി. അവിടെ ഒരുപാട് ഫ്രഷ് ഫിഷസ് ഉണ്ടായിരുന്നു. ഇവിടെ മാത്രം ബില്ലായത് 7,000 റുപ്പീസ്, 7,000 ഇന്ത്യൻ റുപ്പീസ്. മീനിന്റെ മുള്ള് കളയുന്ന അനക, അതും കത്തിയും സ്പൂണും ഉപയോഗിച്ച്. ക്ഷമ നശിച്ച മാമൻ. ഇവിടെ മാത്രം ബില്ലായത് 7,000 റുപ്പീസ്, 7,000 ഇന്ത്യൻ റുപ്പീസ്. അപ്പം നമ്മൾ ഫിലിപ്പീൻസിലുള്ള ടുക്ടുക്കിൽ ടുക്ടുന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ പറയും, വണ്ടിയുടെ വ്യൂ കാണണം. എന്താണ് ടുക്ടുക്കിട്ട് പോലൊരു വണ്ടിയിലാണ് പോണേ. ഫിഷ് മാർക്കറ്റ് ഒന്ന് ഓടിപ്പിടിച്ച് എത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫോം പാർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫോം പാർട്ടി മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് തിരക്ക് പിടിച്ച് ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാതെ വന്നത്. അപ്പോൾ ഫോം പാർട്ടി ആൻഡ് ലാൻഡ് ടൂർ ഇതിൻ്റെ വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.